4 നദികളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ആശയം മുന്നിലിരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ആലുവ പെരിയാറിന്റെ തീരത്ത് മഹാദേവ ടെമ്പിളിന്റെ പരിസരത്തായി പ്രൗഢഗംഭീരമായ വളരെ മനോഹരമായ ജാതിമത ഭേദ വ്യത്യാസങ്ങളില്ലാതെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോടെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ പെരിയാറിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു സംരംഭമാണ് ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മകൾ വ്യക്തികളുണ്ട്. അതുകൊണ്ട് മേഡം നമസ്കാരം. പേരൊന്ന് വെളിപ്പെടുത്തുക. എവിടെയാണ് സ്ഥലം? ഇതൊക്കെ നിങ്ങൾ വിചാരിച്ച നടക്കണ കാര്യങ്ങളാണോ? ഈ പെരിയാറിനെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച നടക്കണ വല്ല കാര്യങ്ങളാണോ? ഒരുപാട് സമരമുറകളൊക്കെ പെരിയാറിനെ രക്ഷിക്കാനായിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. വല്ല രക്ഷയുണ്ടോ മേഡം? രക്ഷയുണ്ടാവും. ജനങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഏക മനസ്സോടുകൂടി മുൻപോട്ട് വന്നാൽ ഇത് സാധ്യമാണ്. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് സാധ്യമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാക്കാന്നൊരു പാട്ടിൽ ഇനി വരും ഒരു തലമുറയ്ക്കോ ഇവിടെ വാസം സാധ്യമോ, ഇനി വരും ഒരു തലമുറയ്ക്കോ ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം മലിനമായ തടാകം. സന്ദേശ യാത്രകൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിൽ നദീയാത്ര എന്ന പേരിട്ടുകൊണ്ട് മുഴുവൻ നദികളെയും 44 നദികളെയും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ യാത്ര സംഘടിപ്പിക്കുന്നു. ആ യാത്രയിലുടനീളം ആളുകളെ സംഘടിപ്പിക്കാനും ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാനും അതോടൊപ്പം ഓരോ നദികളും സംരക്ഷിക്കുന്നതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കി അതത് പ്രദേശത്തുള്ള ആളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ആ നദികളെയെല്ലാം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുക. ആരോടും യുദ്ധം ചെയ്യാനല്ല, മറിച്ച് നമുക്ക് ജീവിക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത്യുഷ്ണത്തിന്റെ കാലഘട്ടത്തിൽ ഇലക്ഷൻ നിൽക്കുന്ന ആളുകൾ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിൽ നിന്ന് മോചനം നേടുന്നതിന് പഴയ ആ ഒരു സ്വഭാവ സാധ്യതയിൽ നമുക്ക് നദികളെയാകെ തിരിച്ചു കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. 5 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രോജക്റ്റിലൂടെ 5ാം വർഷം പൂർത്തീകരിക്കുമ്പോൾ മുഴുവൻ നദികളെയും സംരക്ഷിക്കുമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ ഉള്ളത്. സാറേ, ഈ ഒരു സംഘടനയുണ്ട് നമ്മുടെ പെരിയാറിനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? പെരിയാറിനെ മാത്രമല്ല 44 നദി എല്ലാ നദികളെയും സംരക്ഷിക്കാൻ സാധിക്കും. പക്ഷേ നദികളെ നമ്മുടെ ആരുടെയും സംരക്ഷണം ആവശ്യമില്ല. ഇല്ല, ഈ നശിപ്പിക്കാതിരുന്നാൽ മതി. നമ്മുടെ എന്താ നമ്മൾ ചെയ്യുന്ന സാധാരണത്തിൽ എല്ലാ ജലാശയങ്ങളും നശിപ്പിക്കുകയും ജലാശയങ്ങൾ മലിനമാക്കുകയും എന്നിട്ട് വലിച്ചെറിയുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നദികൾ മോശമാണ്. നമ്മളാരും കയറി നദികൾ നമ്മൾ തന്നെയാണ് മോശമാണ്. ഞങ്ങളുടെ വിശ്വാസം ഒത്തുപിടിച്ചാൽ മലയും പോരൂന്നാണ്. അതെ, എല്ലാവരും ഒത്തുപിടിച്ചാൽ മലയും പോരും. ഇത്രയും ആയിരക്കണക്കിന് സന്നദ്ധ സംഘടനകള് ഒരുമിച്ച് ഈ ഒരു മെസ്സേജ് നമ്മുടെ നാടിന് മുഴുവനും കൊടുക്കുകയാണെങ്കിൽ ഇത് വലിയൊരു വൻ ബൃഹത്തായ പദ്ധതിയായിട്ട് മാറുമെന്നും ഇതിന് ഫലം കാണുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ജാതിമത ഭേദ വ്യത്യാസങ്ങളില്ലാതെ തന്നെ ഒത്തൊരുമിച്ച് ഒരുമയോടെ നമുക്ക് ശുദ്ധജലം ലഭിക്കണം എന്നുള്ളൊരു മുദ്രാവാക്യവുമായിട്ടാണ് ഇവരെല്ലാവരും നമ്മുടെ മണപ്പുറത്തിന്റെ സന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഞാൻ മറ്റൊരാളിലേക്ക് പോകുന്നു. കൃഷ്ണ, നമസ്കാരം. ഇതാരാണ്? വേറെ ഏതാണ്? നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറിയാണ്. മേഡം, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഏറ്റവും ബൃഹത്തായ ഒരു പ്രസ്ഥാനമാണ്, ഒരു മൂവ്മെന്റാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ഈ ഒരു മൂവ്മെന്റ് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. മറ്റ് എല്ലാ ജില്ലകളിലും ഇതേ സമയങ്ങളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. ഇന്ന് ഞങ്ങളിവിടെ ആരംഭിച്ചത് 7 മണിക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് പറഞ്ഞത് ഒരു പ്രധാന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. നമ്മുടെ പ്രകൃതി സൂര്യതാപമേറ്റ് അനേകം ആളുകൾ മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇതൊരു സിംബോളിക് ആയിട്ടും കൂടിയാണ്. 7 മണിക്ക് കുടുംബിനികളായിട്ടുള്ളവരും സിസ്റ്റേഴ്സും അച്ഛന്മാരും മഹത്തായിട്ടുള്ള വ്യക്തികളും എല്ലാവരും കൂടി എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ നദീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നദീയാത്രയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന്
ഒരു വാഹന പ്രചരണ ജാഥ പരിപാടി നടക്കുകയാണ്. 2 ഘട്ടങ്ങളാണത്. ഒന്ന്, പെരിയാറിന്റെ കിഴക്ക് തീരത്തു നിന്നും ഒരു പദയാത്രയും 2 ഇരുചക്ര വാഹന റാലിയും. ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. അത് ആലുവ ടൗൺ ചുറ്റി പുളിഞ്ചോടിൽ അവസാനിക്കുന്ന രീതിയിലാണ്. ചടങ്ങ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് എത്തിയിട്ടുള്ളത് നിങ്ങൾക്കേവർക്കും സുപരിചിതനായ ശ്രീമൻ നാരായണൻ ചേട്ടനാണ്. പെരിയാർ അടക്കമുള്ള നദികളെ തിരിച്ചുപിടിക്കുന്നതിനുള്ള എല്ലാ യത്നത്തിലും മുഴുവൻ പേരും കയ്യും മെയ്യും മറന്ന് പങ്കുചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന്, ചടങ്ങിന് ക്ഷണിക്കുന്നതിന് ജില്ലാ സെക്രട്ടറി കൂടിയായ ബീന സെബാസ്റ്റ്യൻ അവരുകളോട് അഭ്യർത്ഥിക്കുന്നു. ഈ പദയാത്രയുടെ ആരംഭം കുറിക്കുന്നതിന് ഞാൻ ശ്രീമാൻ നാരായണൻ ചേട്ടനെ ഞാൻ അഗൈതവുമായി ക്ഷണിക്കുകയാണ്. ഫ്ലാഗ് ഓഫോടുകൂടി നമുക്ക് ഇത് ആരംഭിക്കാം. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയത് ഏത് മഹത് കർമ്മമാണോ നമ്മളിവിടെ ആരംഭിക്കാൻ ശ്രമിക്കുന്നത്, ആ കർമ്മം പരിപൂർണമായ വിജയത്തിൽ എത്തിച്ചേരാനും എല്ലാ നദികളെയും 44 നദികളെയും ശുദ്ധീകരിച്ച് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുത്ത് നമ്മളുടെ ജീവിതത്തെ, ഈ നാടിനെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിജയിക്കട്ടെ, അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കർമ്മം ആരംഭിക്കാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? കടലു കിട്ടാൻ തപസിലാണിവിടെ എല്ലാ ഫലങ്ങളും. ദാഹനീരുണാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. കടലു കിട്ടാൻ തപസിലാണിവിടെ എല്ലാ ഫലങ്ങളും. ദാഹനീരുണാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി. പദയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വിവൽ ചാനലിന് വേണ്ടി ക്യാമറമാൻ അബു ലൈസിനൊപ്പം വിനോദ് ചാക്യാർ, ആലുവ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്.